എല്ലാവർക്കും മല്ലു കപ്പിൾ ട്രാവലേഴ്സിന്റെ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് KPCCയുടെ മൈനോറിറ്റി സ്റ്റേറ്റ് കോർഡിനേറ്റർ ആയിട്ടുള്ള ഡോക്ടർ ലെക്സൺ കല്ലുമാടിക്കൽ ആണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്. അദ്ദേഹത്തിന് ഇന്നലെ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായിട്ട് എക്സ്ക്ലൂസീവായി നമ്മളോട് ഒരു ഇന്റർവ്യൂ തരികയുണ്ടായി. ആ ഇന്റർവ്യൂ ആണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. അപ്പം എല്ലാവരും ഈ ഒരു ചാനൽ കാണുക, ഇദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് കേൾക്കുക, അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കുക. പ്രോഗ്രാമിലേക്ക് സാറിനെ ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. സർ, എനിക്ക് സാറിനോട് വളരെ ചുരുങ്ങിയ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ആദ്യമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം, ഈ KPCC മൈനോറിറ്റി സ്റ്റേറ്റ് കോർഡിനേറ്റർ ആയിട്ട് ആ പദവി ഇത്രയും നേതാക്കളൊക്കെ ഉണ്ടായിട്ടും എങ്ങനെ സാറിന് നേടിയെടുക്കാൻ പറ്റി? അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ഞാൻ പറയുന്നത് അതൊരു വലിയ ദൈവാനുഗ്രഹം തന്നെയാണെന്ന് ഞാൻ ആദ്യം പറയും. കാരണം നിങ്ങൾ ചോദിച്ച പോലെ തന്നെ ആയിരക്കണക്കിന് നേതാക്കന്മാരുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ആ പദവിയിലേക്ക് ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. ഒത്തിരിയേറെ പ്രാർത്ഥനകൾ അതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ദൈവത്തിന് നന്ദി പറയുകയാണ്. അത് കഴിയുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കോൺഗ്രസ്സിൽ കഴിഞ്ഞ ഏകദേശം 26 വർഷമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ഞാൻ പ്രീ ഡിഗ്രി മുതൽ KSUവിൻ്റെ SB കോളേജിൽ പഠിക്കുമ്പോൾ കോൺഗ്രസ്സിലെ KSUവിൻ്റെ യൂണിറ്റ് പ്രവർത്തിക്കുകയും യൂണിറ്റ് വൈസ് പ്രസിഡൻ്റൊക്കെ ആയി പ്രവർത്തിച്ച്, അതുപോലെ തന്നെ SB കോളേജിൽ യൂണിയനിലേക്ക് മത്സരിക്കുവാൻ വേണ്ടി ഞാൻ നോമിനേഷൻ കൊടുത്തതാണ്. ചെയർമാനിലേക്ക് മത്സരിക്കുവാനുള്ള നോമിനേഷൻ കൊടുത്തു. നിർഭാഗ്യവശാൽ അന്ന് ആ സമയത്ത് SB കോളേജിൽ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ അദ്ദേഹം കൗൺസിലറായിട്ട് മത്സരിക്കുന്ന നോമിനേഷൻ കൊടുത്തു ഡിഗ്രിക്ക്. അപ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് 2 പേര് മത്സരിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു കാര്യമല്ല, പ്രത്യേകിച്ച് ഒരേ കുടുംബ പേരിൽ 2 പേര് മത്സരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ നോമിനേഷൻ പിൻവലിക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റ് മാനേജ്മെൻറ്റ് ഭാഗത്തുനിന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ അത് വളരെ വിഷമമുണ്ടാക്കിയൊരു കാര്യമാണ്. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് അജയാണ് അന്ന് കോളേജ് യൂണിയനിലേക്ക് ചെയർമാനായിട്ട് മത്സരിച്ച് ഞാൻ വിജയിപ്പിക്കുകയും അജയെ പരിപൂർണമായിട്ട് സപ്പോർട്ട് ചെയ്ത് പ്രീ ഡിഗ്രിയുടെ വോട്ട്സ് അല്ലെങ്കിൽ ഡിഗ്രിയുടെ വോട്ട് മൊത്തം നേടിക്കൊടുത്ത് വിജയിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതെൻ്റെ പ്രീ ഡിഗ്രി കാലഘട്ടം. അത് കഴിഞ്ഞ് ഞാൻ എഞ്ചിനീയറിംഗ് പോണ്ടിച്ചേരി പോയപ്പോൾ ഞാൻ NSUവിൻ്റെ എഞ്ചിനീയറുമായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും എഞ്ചിനീയറിംഗിൻ്റെ സമയം നമുക്കറിയാം വളരെ പാടുള്ള ഒരു സമയമാണ്. എന്നിരുന്നാൽ പോലും ഞാൻ അതിന് സമയം കണ്ടെത്തി എന്നുള്ളതാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നീട് എൻ്റെ രാഷ്ട്രീയ ഭാവിയിൽ മാറ്റമുണ്ടായത്, പിന്നെ ഞാനൊരു പ്രവാസിയായി പോവുകയാണ് സത്യത്തിൽ ഉണ്ടായത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് പഠിക്കണം, ഉന്നതമായി പഠിക്കണം എന്നുള്ള വളരെ ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഞാൻ 2002 ബ്രിട്ടനിൽ മിഡിൽസെക്സ് യൂണിവേഴ്സിറ്റിയിലേക്ക് മാസ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടി പോകുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും എൻ്റെ ആ കോൺഗ്രസിൻ്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുവാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. പ്രവാസി കോൺഗ്രസ് രൂപം കൊടുക്കുകയും UK അങ്ങനെ 2003 മുതൽ കോൺഗ്രസിൻ്റെ എല്ലാ ചെറുതും വലുതുമായ പരിപാടികൾ നടത്തുകയും, അങ്ങനെ പറയുകയാണെങ്കിൽ എന്നെ ഇന്ന് KPCC നേതൃത്വം വിലയിരുത്തുന്നത് യൂറോപ്പിൽ അല്ലെങ്കിൽ ബ്രിട്ടനിൽ കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാവ് എന്നുള്ളതാണ്. ബഹുമാനായ പ്രതിപക്ഷ നേതാവ്, എൻ്റെ നേതാവ് രമേശ് എന്നെക്കുറിച്ച് മുല്ലപ്പള്ളി സാറിനോട്, ബഹുമാനായ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി സാറിനോട് വിലയിരുത്തിയത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ എനിക്ക് വളരെയധികം അഭിമാനം ഉണ്ടാക്കിയ ഒരു വലിയ കാര്യമാണ്. ഞാൻ വലിയൊരു നേതാവാണ് എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, പക്ഷേ ഞാൻ എൻ്റെ പാർട്ടിയെ എൻ്റെ ഹൃദയത്തിൽ ചേർത്ത് വെച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും ഞാൻ 2009 OICC ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് KPCC ആദ്യമായിട്ടുണ്ടാക്കിയ ഒരു പ്രവാസി സംഘടനയാണ്. എല്ലാ പ്രവാസി കോൺഗ്രസും അതിന് കീഴിൽ വരണമെന്ന് 2009 രമേശ് KPCC പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് പറഞ്ഞു. അങ്ങനെ 2009 ഈ വന്നപ്പോൾ അതിൻ്റെ നേതൃത്വത്തിലേക്ക് ഞാൻ തന്നെയാണ് വന്നത്. അങ്ങനെ അത് 2009 മുതൽ ഈ പറയുന്ന 2019 കാലഘട്ടം വരെ ഞാൻ ഇന്ത്യൻ OICC UKയുടെ ജോയിൻറ്റ് കൺവീനറും, അങ്ങനെ 2012 ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് യൂറോപ്പിൻ്റെ കേരള ചാപ്റ്ററിൻ്റെ കോർഡിനേറ്ററുമായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചു. എന്നെ അത് അപ്പോയിൻറ്റ് ചെയ്തത് അന്ന് സോണിയാജിയുടെ ടീമിലുണ്ടായിരുന്ന അല്ലെങ്കിൽ രാഹുൽ AICC എന്നുള്ള അപ്പോയിൻമെൻറ്റ് തന്നെയായിരുന്നു ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിലേക്ക്. OICCയിലേക്ക് വന്നത് KPCC നേതൃത്വമാണ് എന്നെ അപ്പോയിൻറ്റ് ചെയ്തത്. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിലേക്ക് ഞാൻ വന്നത് തീർച്ചയായിട്ടും എനിക്കത് ഡൽഹിയിൽ നിന്നുള്ള ഒരു അപ്പോയിൻമെൻ്റ് ആയിരുന്നു. തീർച്ചയായിട്ടും അത് പഞ്ചാബിൽ നിന്നുള്ള ഒത്തിരി കോൺഗ്രസ് സുഹൃത്തുക്കൾ എന്നെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഡോക്ടർ കരൺ സിംഗ് ജിയാണ് എന്നെ
ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിൻ്റെ യൂറോപ്പിൻ്റെ കേരള ചാപ്റ്ററിൻ്റെ കോർഡിനേറ്ററായിട്ട് 2012 അപ്പോയിൻറ്റ് ചെയ്യുന്നത് വളരെ അഭിമാനമുള്ള കാര്യമായിരുന്നു. എന്നെ സംബന്ധിച്ച് പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു സമയത്താണ് എനിക്കും അവിടെ വലിയൊരു അവസരം കിട്ടിയത്. ആ അവസരമെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ എനിക്ക് വിനിയോഗിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് എല്ലാവരോടും പറയുവാനുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വളരെ ദൈവത്തിൽ വിശ്വസിക്കുന്ന, കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു ദൈവവിശ്വാസി തീർച്ചയായിട്ടും എന്താ പറയുന്നത്, ഒത്തിരിയേറെ പ്രതിസന്ധികൾ കടന്നു പോകും. തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധികൾ ഞാൻ കടന്നുപോയ വ്യക്തിയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ആത്യന്തികമായിട്ടൊരു വിജയം ഉണ്ടാകുമെന്ന് എനിക്ക് ആ വിശ്വാസമുണ്ടായിരുന്നു. ആ വിജയത്തിൽ എനിക്ക് എത്തിച്ചേരുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ദൈവാനുഗ്രഹം. അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു 26 വർഷം ഇന്ത്യൻ കോൺഗ്രസ്സിൽ അതിശക്തമായിട്ട് ചെറുതും വലുതുമായ പൊസിഷൻ ഏറ്റെടുത്ത ഒരു വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും വലിയ ഒരു ദൈവാനുഗ്രഹം ഉണ്ടായത് എല്ലാ നേതാക്കന്മാരുടെയും ഒരു വലിയ പെറ്റാകാൻ എനിക്ക് സാധിച്ചു. കാരണം പാർട്ടി നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ പ്രവർത്തിച്ചത്. കേരളത്തിലെ എല്ലാ നേതാക്കന്മാരും, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലജി, അതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ്, അതുപോലെ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സാറ്, KPC പ്രസിഡന്റ്, മുൻ KPC പ്രസിഡന്റ് VM സുധീരൻജി, അതുപോലെ തന്നെ ആദരണീയനായ AK ആൻ്റണിജി, അതുപോലെ KC വേണുഗോപാൽജി, എല്ലാവരും കോൺഗ്രസിൻ്റെ അകത്തുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഈവൻ യൂത്ത് കോൺഗ്രസ് KSയിലുള്ള സഹപ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വമായിട്ടാണ് തന്നെയാണ് ഞാൻ ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ഈ 26 വർഷം ഞാൻ ഇന്ന് വരെ പാർട്ടിക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ പണിയെടുത്തൊരു വ്യക്തിയാണ്. പാർട്ടിയുടെ പല പരിപാടികളും UK-ലും യൂറോപ്പിലും 2003 മുതൽ ശക്തമായിട്ട് പ്രവർത്തനം കാഴ്ചവെച്ചു. ഏകദേശം എനിക്ക് തോന്നുകയാണെങ്കിൽ ഒരു 2 ലക്ഷത്തോളം മേളിൽ കോൺഗ്രസ്സുകാർ UK-ലും അതുപോലെ തന്നെ യൂറോപ്പിൻ്റെ ഭാഗത്തുമായിട്ട് എനിക്ക് കോർഡിനേറ്റ് ചെയ്യുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പക്ഷേ ഇതൊക്കെ വിലയിരുത്തിയിട്ടാണ് നേതൃത്വം എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത്, എന്നെ പരിഗണിച്ചത് എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. തീർച്ചയായും അങ്ങ് ഇനി അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാമല്ലോ, ഇൻ്റർനാഷണൽ കോൺഗ്രസിൽ പ്രവർത്തിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ അതൊരു പൊളിറ്റിക്കൽ സ്ട്രോങ് ഓർഗനൈസേഷനാണ് ഇൻ്റർനാഷണൽ കോൺഗ്രസ്. ഇന്ത്യയിലെ അതിശക്തമായ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്ത് ഭരിച്ച ഗവൺമെൻറ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ കോൺഗ്രസ് 50 വർഷത്തിന് മേളിൽ ഇന്ത്യയിൽ ഭരിച്ചു. നമുക്കറിയാം, നമ്മളിന്ന് അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു വലിയ നേട്ടമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ശരിയാണ്, ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേന്ദ്രത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്നില്ല. പക്ഷേ നമുക്കറിയാം, കഴിഞ്ഞ 50 വർഷക്കാലം മുൻപോട്ട് വന്നിരുന്ന പ്രധാനമന്ത്രിമാരൊക്കെ ചെയ്ത വലിയ സംഭാവനയാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൗഭാഗ്യം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒത്തിരി പ്രതിസന്ധികൾ എനിക്ക് ഈ ഒരു പോസ്റ്റിൽ ഞാൻ ഏറ്റെടുക്കുമ്പോഴുണ്ട്. 2-3 പ്രതിസന്ധികൾ പറയുകയാണെങ്കിൽ, കാരണം എനിക്കിത് കിട്ടിയേക്കുന്ന ഒരു സ്റ്റേറ്റ് പദവിയാണ്. പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു വർക്കിംഗ് രീതി. അപ്പോൾ ഏത് പ്രതിസന്ധിയും ഞാനത് വളരെ മുമ്പോട്ട് പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തന പാരമ്പര്യമാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രതിസന്ധി എന്ന് പറയുമ്പോൾ ഈ ന്യൂനപക്ഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ എനിക്ക് ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു നല്ല രീതിയിലൊരു കോർഡിനേഷൻ നടത്തണം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ന്യൂനപക്ഷ സ്ഥാപനങ്ങളിലും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ മത മേലധ്യക്ഷന്മാരെ എല്ലാം കണ്ട് തീർച്ചയായിട്ടും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏപ്രിൽ അല്ലെങ്കിൽ മെയിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും എൻ്റെ പാർട്ടിയെ തീർച്ചയായിട്ടും ഭരണത്തിലെത്തിക്കുക എന്നുള്ളത് ഒരു വലിയ ദൗത്യമാണ് എൻ്റെ മുൻപിലുള്ളത്. ആത്മാർത്ഥതയോടെ ഞാനത് പ്രവർത്തിക്കുമെന്നുള്ളത് യാതൊരു സംശയവും പാർട്ടിക്കുമില്ല, എനിക്കുമില്ല, എൻ്റെ സഹപ്രവർത്തകർക്കുമില്ല. കാരണം എൻ്റെ കഴിഞ്ഞ 26 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആത്മാർത്ഥതയോടെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരു വ്യക്തി താല്പര്യവും കടന്നു വരാത്ത രീതിയിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒത്തിരിയേറെ പ്രതിസന്ധികളൊക്കെ വരാം, പക്ഷേ അതിനെയെല്ലാം അഭിമുഖീകരിച്ചുകൊണ്ട് വളരെ നല്ല ലക്ഷ്യത്തോട് മുമ്പിൽ എത്തുവാനാണ് ഞാൻ പരിശ്രമിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ലക്സൻ സർ, നിങ്ങൾ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ 2017 MP സ്ഥാനാർത്ഥിയായിട്ട് ചരിത്രം കുറിച്ച വ്യക്തിയാണ്. തീർച്ചയായിട്ടും അതെങ്ങനെ സാധിച്ചു? ആദ്യം തന്നെ അത് ഞാൻ പറയുന്നത് അത് ദൈവാനുഗ്രഹം തന്നെയാണ്. കാരണം ഞാനിപ്പോഴും അത് ആലോചിക്കുമ്പോൾ സത്യത്തിൽ ബ്രിട്ടനിൽ നമുക്കറിയാം, ബ്രിട്ടനിൽ ഒരു മലയാളി പോലും ഇന്ന് വരെ MP സ്ഥാനാർത്ഥി
സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. ഒത്തിരി പേര് കൗൺസിലർ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിച്ചിട്ടുണ്ട്. ഇവൻ ഞാൻ തന്നെ കൗൺസിലർ സ്ഥാനാർത്ഥിയായിട്ട് 2014 മത്സരിച്ചിട്ടുണ്ട്. നിസ്സാര വോട്ടിനാണ് ഞാൻ തോറ്റുപോയത്. കാരണം ഞാൻ ആദ്യമേ ബ്രിട്ടനിൽ ചെല്ലുമ്പോൾ അവിടുത്തെ അത് ലേബർ പാർട്ടി എന്ന് പറഞ്ഞാൽ ടോണി ബ്ലെയറിൻ്റെ കാലഘട്ടത്തിൽ ആണ് ഞാൻ അവിടുത്തെ ലോക്കൽ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ ഇറങ്ങുന്നത്. അങ്ങനെ ഞാൻ ലേബർ പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുത്തിട്ട് ലേബർ പാർട്ടിയിലെ ഒരു പ്രവർത്തകനായിട്ട് അവിടെ പ്രവർത്തിക്കാനുള്ള ഈ കോൺഗ്രസ് പാർട്ടിയിൽ വർക്ക് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ കാരണം നമ്മളറിയാം ഒരു പ്രവാസിയായിട്ട് അവിടെ നിൽക്കുന്ന കാലഘട്ടമാണ്. അവിടുത്തെ ഒരു ലോക്കൽ സപ്പോർട്ട് കിട്ടുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. അപ്പോൾ ഭരിക്കുന്ന അന്നത്തെ പാർട്ടിയായിരുന്ന ലേബർ പാർട്ടിയുടെ ഒരു സപ്പോർട്ടോട് കൂടി തന്നെ ഞാൻ അവിടെ കൗൺസിലറായിട്ട് മത്സരിച്ചു. അപ്പോൾ എനിക്ക് അവിടെയുള്ള ബ്രിട്ടീഷുകാർ അവിടുത്തെ വെള്ളക്കാരെല്ലാം വളരെ അഭികാമ്യനായ ഒരു വ്യക്തിയായിട്ട് ഞാൻ വളർന്നു. കാരണം എൻ്റെ ഒരു പാരമ്പര്യം, രാഷ്ട്രീയ പാരമ്പര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് ഞാൻ പഠിച്ചിരിക്കുന്നത് ഞാൻ ആരെയും ശത്രുക്കളാക്കില്ല എന്നുള്ളതാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാനാരെ ശത്രുക്കളാക്കില്ല. പക്ഷേ ഒത്തിരി പേര് എൻ്റെ വാർച്ചയിൽ അസൂയ കൊണ്ട് അവർ സ്വമേധയാ ശത്രുവാണ് എന്ന് അവർ തന്നെ ഡിക്ലെയർ ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് നടക്കാറുള്ളത്. പക്ഷേ അത് എൻ്റെ ജീവിതത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഞാൻ മൈൻഡ് ചെയ്യാറില്ല. കാരണം എനിക്ക് സ്വന്തമായിട്ട് ഒരു ശത്രുവും ഈ ലോകത്തിൽ ജീവിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ വളർച്ചയിൽ ആയിരക്കണക്കിന് ആൾക്കാർ സ്വമേധയാ അവർ ശത്രുവാണ് എന്ന് പറഞ്ഞ് എനിക്കെതിരെ പ്രചരണങ്ങൾ നടത്താറുണ്ട്, ക്യാമ്പയിൻ നടത്താറുണ്ട്, വാർത്തകൾ കൊടുക്കാറുണ്ട്, വലിയ വിവാദത്തിലെത്തിക്കാറുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്നൊരു വ്യക്തിയാണ്. കാരണം രാഷ്ട്രീയത്തിൻ്റെ അകത്ത് നമുക്കറിയാം ഇതൊക്കെ ഞാൻ രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, ഒരു സെലിബ്രിറ്റി ലെവലിൽ കൂടി വളർന്നു വന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ മൂത്ത മോള് അവൾ ബ്രിട്ടൻ ഗോട്ട് ടാലൻറ്റിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ വന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അത് അവിടുത്തെ സ്കൈ TV-യിൽ ലൈവായിട്ട് ആക്ട് ചെയ്ത് അവൾ ഫസ്റ്റ് പ്ലേസ് കിട്ടിയില്ലെങ്കിൽ പോലും അവൾ 3rd പ്ലേസിൽ ഒരേ സ്റ്റേജിലിരുന്ന ഡിക്ലറേഷൻ കിട്ടിയ വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല ഒരു സെലിബ്രിറ്റി ആയി ഒരു കാറ്റഗറി പോലും ഞാൻ വന്നതാണ്. കാരണം അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്കറിയാം അതൊരു വിവാദമാക്കാൻ പലരും ശ്രമിക്കാറുണ്ട്. പല രീതിയിലും പല വിവാദങ്ങളും എനിക്കെതിരെ വർഷങ്ങളായിട്ട് എഴുതുന്ന കുറേയേറെ പത്രങ്ങളുണ്ട്. അതിലേക്ക് ഞാൻ ദുഃഖിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ വളർന്നു വരുന്ന ഒരു നേതാവാണ് കോൺഗ്രസിൻ്റെ. തീർച്ചയായിട്ടും അതൊക്കെ ഞാൻ അഭിമുഖീകരിക്കേണ്ടതാണ് എൻ്റെ ലൈഫിൽ. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നത്. പക്ഷേ എൻ്റെ സക്സസ് എന്ന് പറയുന്നത് ഈ ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് വന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഈ 2012-13 കാലഘട്ടത്തിൽ ഞാൻ കൗൺസിലറായിട്ട് മത്സരിക്കുമ്പോൾ എനിക്ക് എൻ്റെ പാർട്ടിയായിട്ട് ചോദിച്ചു MP ആയിട്ട് മത്സരിക്കുന്നു, അതിനൊരു അവസരം നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ അവിടുത്തെ ഇലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു 14 സ്റ്റേജുള്ള പ്രോസസ്സാണ്. അതിൽ 13 സ്റ്റേജിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ 3 പേര് ലാസ്റ്റ് ഫൈനലൈസ് ഡിസിഷൻ കൊടുക്കുമ്പോൾ പാർട്ടിയുടെ ഫൈനൽ വോട്ടിങ്ങിലാണ് ഞാൻ വെറും 2 വോട്ടിന് എനിക്ക് ജയിക്കുന്ന സ്ഥാനാർത്ഥി നഷ്ടപ്പെട്ടത്. അപ്പോൾ പക്ഷേ അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ ലൈഫിൽ. കാരണം ആ ഒരു 13 സ്റ്റേജ് കിടക്കുക എന്ന് പറയുന്നത് ഇന്ന് കൗൺസിലറും മേയറുമായിരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ഒരു സ്റ്റേജും കഴിയാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം. അപ്പോൾ എൻ്റെ കാലിബർ ഞാൻ തന്നെ മനസ്സിലാക്കിയ ഒരു സമയമായിരുന്നു ആ സമയത്ത്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത ജനറൽ തെരഞ്ഞെടുപ്പിൽ ഞാൻ തീർച്ചയായിട്ടും മത്സരിക്കുമെന്ന് ഞാൻ ഉറച്ചു. കാരണം വേറെ നമ്മുടെ ആ ഒരു സ്റ്റേജ് ഞാൻ കടന്നു. അങ്ങനെയാണ് ഞാൻ ഈ ബ്രെക്സിറ്റിൻ്റെ ഇലക്ഷൻ നടന്ന സമയത്ത് തെരേസ മെയ് മന്ത്രിസഭ രൂപീകരിക്കുന്ന ആ സമയത്ത് നടന്ന ഇലക്ഷനിൽ ബ്രെക്സിറ്റിൽ ഞാൻ മത്സരിക്കാൻ വന്നത്. അപ്പോൾ ആ സമയത്ത് വേറൊരു ട്വിസ്റ്റ് ഉണ്ടായെന്ന് പറയാൻ ലേബർ പാർട്ടിയിൽ നിന്നും എന്നെ കൺസർവേറ്റീവ് പാർട്ടി അവരുടെ അഭികാമ്യമായ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞിട്ട് എന്നെ കൺസർവേറ്റീവ് പാർട്ടിയിലേക്ക് അവരെന്നെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പോൾ എല്ലാ പാർട്ടിക്കാർക്കും അഭികാമ്യം വേറെ ഒന്നും കൊണ്ടല്ല, അത് എൻ്റെ രാഷ്ട്രീയ പാരമ്പര്യവും എൻ്റെ കാലിബറും എൻ്റെ വ്യക്തിത്വവും കണ്ടിട്ടാണ് ഇവരെന്നെ ഇങ്ങോട്ടും കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ കൺസർവേറ്റീവ് പാർട്ടി എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെ തന്നെയാണ് ബ്രിട്ടനിലെ കൺസർവേറ്റീവ് പാർട്ടി. അപ്പോൾ അവരെന്നെ ഇമ്മീഡിയറ്റ്ലി ക്യാമ്പയിൻ എടുത്തു. എല്ലാ മീഡിയകളിലും ലേബർ പാർട്ടിയിൽ നിന്ന് വന്ന വ്യക്തിയാണെന്ന് പറഞ്ഞ് വന്നൊരു ക്യാമ്പയിനാണ് ഒരുക്കിയത്. അങ്ങനെയാണ് അവരെന്നെ ഇൻവൈറ്റ് ചെയ്ത്. അവിടുത്തെ ഇന്നത്തെ മുൻ മന്ത്രിയാണ് ഗ്രാം റാഡിയാണ് എന്നെ ഇൻവൈറ്റ് ചെയ്ത്. MP ആയിരിക്കുന്ന മുൻ മന്ത്രിയും കൂടിയാണ്. അദ്ദേഹമാണ് എന്നെ വന്ന് ഷാൾ അണിയിച്ച് എന്നെ ആ വാർത്ത വലിയ സംഭവമായിരുന്നു. കാരണം ലേബർ പാർട്ടി തോറ്റു പോകുന്ന സമയത്താണ് തോറ്റു പോകുമെന്ന് വരുത്തുന്ന രീതിയിലായിരുന്നു എൻ്റെ ഒരു എൻട്രി കൺസർവേറ്റീവ് പാർട്ടിയിലേക്ക്. അത് ലേബർ പാർട്ടിക്ക് പോലും വലിയ വിവാദമുണ്ടാകാൻ സാധിച്ചു. പക്ഷേ അവർക്കും ഒരു ഭാഗത്ത് ലേബർ പാർട്ടി എൻ്റെ ഒരു ശത്രുയായി മാറുന്ന ഒരു അവസരം അവിടെ ഉണ്ടായി. കാരണം ഞാൻ എൻ്റെ ഭാവിയും കൂടെ നോക്കി. കാരണം വേറെ ഒന്നും കൊണ്ട് ലേബർ പാർട്ടിയുടെ ഭാവി തീരുന്ന ഒരു അവസരം വന്നപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആ മുന്നിത്താഴ്ന്ന കപ്പിൽ നിൽക്കാൻ എനിക്ക് താല്പര്യപ്പെട്ടില്ല. കാരണം അന്നത്തെ ലീഡർഷിപ്പ് എഡ് മിലിബാൻഡ് വളരെ മോശപ്പെട്ട ഒരു രീതിയിലാണ് പ്രവർത്തനം നടത്തിയത്. പക്ഷേ ടോണി ബ്ലെയർ വളരെ നല്ല ഒരു ലീഡറായിരുന്നു. ആ ടോണി ബ്ലെയർ ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ, പുള്ളി ഒരു ലേബർ പാർട്ടി കൺസർവേറ്റീവ് പാർട്ടി മെൻറ്റാലിറ്റി ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തെ, കാരണം എന്നെ സംബന്ധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തിക്കുമ്പോൾ കൺസർവേറ്റീവ് പാർട്ടി മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. കാരണം ലേബർ പാർട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും അവർ ഒത്തിരി കാര്യങ്ങൾ പ്രവാസികൾക്ക് വേണ്ടി ചെയ്യാറുണ്ട്.
അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ അവരുമായിട്ട് ഒത്തുചേർന്ന് പ്രവർത്തിച്ചത്. അങ്ങനെയാണ് 2017 ഈ ഒരു എക്സ്പീരിയൻസും ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ പാരമ്പര്യവും ഇതെല്ലാം കൂടെ ഒത്തിണങ്ങി വന്നപ്പോഴാണ് ഞാൻ 2017 മത്സരിക്കാൻ വേണ്ടി വന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് കൺസർവേറ്റീവ് പാർട്ടി എന്നെ മേയറാക്കാമെന്ന് പറഞ്ഞാണ് വന്നത് മാഞ്ചസ്റ്ററിലെ. പക്ഷേ ഞാനപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, അതിന് മുൻപ് ഞാൻ MP ആയിട്ട് മത്സരിക്കാൻ വേണ്ടി 13 സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു 10ാം ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടിയെ 1ാം ക്ലാസ്സിൽ കൊണ്ടുപോയി നമുക്ക് ഇരുത്താൻ പറ്റുമല്ലോ. അപ്പോൾ ആ ഒരു ഇത് വന്നപ്പോൾ ഇഷ്യൂ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, പാർട്ടിയിലേക്ക് പറഞ്ഞു, ഞാൻ അങ്ങനെയാണെങ്കിൽ പാർട്ടിയുടെ സ്ഥാനം ഞാൻ രാജിവെക്കുകയാണ്, ഞാൻ സ്വതന്ത്രമായിട്ട് മത്സരിക്കാൻ പോവുകയാണ്. അപ്പോൾ പാർട്ടി പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, നീ സ്വതന്ത്രമായിട്ട് മത്സരിക്കേണ്ട, നീ ഇപ്രാവശ്യം കൗൺസിലറായിട്ട് നീ ജയിക്കുന്ന സീറ്റ് തരാം, നിന്നെ ഞങ്ങൾ മേയറാക്കാം. ഓക്കെ, പക്ഷേ അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്തില്ല. ജയിക്കുന്ന സീറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആക്സെപ്റ്റ് ചെയ്തില്ല. ഞാൻ എന്ത് ചെയ്തു, ഞാൻ അങ്ങനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. പാർട്ടി പറഞ്ഞ് ജയിക്കുവാണെങ്കിൽ കൺസർവേറ്റീവ് പാർട്ടിയിലേക്ക് തന്നെ തിരിച്ചു വരാം, അല്ലെങ്കിൽ എപ്പോഴും കൺസർവേറ്റീവ് തിരിച്ചു വരാം എന്ന് പറഞ്ഞ ടൈംസിലാണ് ഞങ്ങൾ പോയത്. പക്ഷേ കൺസർവേറ്റീവ് പാർട്ടി ടൈറ്റ് കോമ്പറ്റീഷനാണ് നടന്നത്. കാരണം എൻ്റെ ലേബർ പാർട്ടിയിലുണ്ടായിരുന്ന എൻ്റെ സുഹൃത്ത് തന്നെയാണ് എൻ്റെ കോമ്പറ്റീറ്ററായിട്ട് മത്സരിച്ച് മൈക്കേൽ. അദ്ദേഹത്തിൻ്റെ എല്ലാ ക്യാമ്പയിൻ ലീഡറായിരുന്നു ഞാൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് അറിയാലോ, ജയിപ്പിച്ച ആളെ തന്നെ തോപ്പി ഇപ്പുറത്തുനിന്ന് ഞാൻ മത്സരിക്കുമ്പോൾ ആ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് വളരെ ഞാൻ ചിന്തിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, മലയാളികൾക്ക് ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ തുറന്നു കൊടുത്തത്. കാരണം ഞാനറിയാം, തീർച്ചയായിട്ടും എനിക്കറിയാം അത് തോൽക്കുന്നുള്ളത്. കാരണം വേറെ കൊണ്ടല്ല, കാരണം ഞാനത് സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്നതാണ്. സ്വതന്ത്രമായിട്ട് മത്സരിക്കുമ്പോൾ വോട്ടുകൾ നമ്മൾ കുറയും. പിന്നെ മാത്രമല്ല, ഇലക്ഷൻ ക്യാമ്പയിൻ അവിടെ നടക്കുമ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ അബോർഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. പ്രത്യേകിച്ച് ഞാനൊരു കാത്തലിക് ആയതുകൊണ്ടും ഒരു മാനുഷിക പരിഗണനയുള്ള ഒരു രാഷ്ട്രീയ നേതാവായതുകൊണ്ടും ഞാൻ അതിന് നോ തന്നെയാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും 90% വോട്ട് കിട്ടില്ല ഒറ്റ നോ പറയുന്നതുകൊണ്ട്. അത് ഞാൻ ഫേസ് ചെയ്യാൻ റെഡിയാണ്. കാരണം എൻ്റെ ഐഡൻറ്റിറ്റി മറച്ചു വെച്ചിട്ട് എനിക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിച്ചു, എനിക്ക് 90% വോട്ടുകൾ നഷ്ടപ്പെട്ടു. പക്ഷേ എന്നിരുന്നാൽ പോലും അത് നഷ്ടപ്പെട്ടോട്ടെ, ഞാൻ പറഞ്ഞതിനൊരു ലക്ഷ്യമുണ്ട് എന്ന് അനുസരിച്ച് തന്നെയാണ് ഞാൻ മത്സരിച്ചത്. അങ്ങനെയൊക്കെയാണ്. മലയാളിയിലൂടെ ഒരുപാട് വിവാദങ്ങൾ വരുന്ന ഒരു ചാനലാണ്. ഒരുപാട് വിവാദങ്ങൾ ആ മറുനാടൻ മലയാളിയിലൂടെ സാറിന് വരികയുണ്ട്. അപ്പം ഈ മറുനാടൻ മലയാളിയുടെ ഷാജൻ സ്കറിയക്കെതിരെ 2010 ആദ്യമായി കേരളത്തിൽ കേസ് ഫയൽ ചെയ്തത് ഞാൻ തന്നെയാണ്. തീർച്ചയായിട്ടും. പക്ഷെ അതിനുശേഷം 2019 ഒരുപാട് വിവാദങ്ങൾ ആ ചാനൽ മുഖാന്തരം ചെയ്യുന്നു. അപ്പോൾ എന്താണ് അതിന് കാരണം? അത് ആക്ച്വലി ഞാൻ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സത്യത്തിൽ അതൊരു പറയുന്നത് വലിയ ടോപ്പിക്കാണ്. പക്ഷേ അത് കേരളത്തിലുള്ള ഈ ഷാജൻ സ്കറിയ എന്ന് പറയുന്ന അദ്ദേഹം 2003 അല്ലെ 3 കാലഘട്ടങ്ങൾ അല്ലെ 4 കാലഘട്ടം, ആ കാലഘട്ടങ്ങളിലാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും അവിടെ UK വരുന്നത്. അങ്ങനെ ഞാൻ 2002 മുതൽ UK വന്ന് വരികയും 2004 അല്ലെ 2002 മുതൽ 2007 കാലഘട്ടം വരെ വളരെ വെൽ എസ്റ്റാബ്ലിഷ് ആയിട്ട് പെട്ടെന്ന് തന്നെ ഒരു ഗ്രോത്ത് ഉണ്ടാവുകയും വളരെ വെൽ എസ്റ്റാബ്ലിഷ് ആയ ബിസിനസ്സുകാരായിട്ട് വളരുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് രാഷ്ട്രീയം കൊണ്ട് എനിക്ക് ബിസിനസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ കാലിബർ വെച്ച് വളർന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് ഒരു പ്രവാസി നാട്ടിൽ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഒത്തിരിയേറെ അസൂയാലുകൾ. കാരണം അതെന്ത് പറയുന്നത് വെച്ചാൽ, മാഞ്ചസ്റ്റർ മലയാളി അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ട് വോട്ട് ചെയ്താണ് ഞാൻ എൻ്റെ 26ാമത്തെ വയസ്സിൽ പ്രസിഡൻ്റ് ആകുന്നത്. എനിക്കെതിരെ മത്സരിച്ചത് പ്രായം ചെന്ന ഒരു ചേട്ടനാണ്, 55 വയസ്സുള്ള, അത് മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രായം ചെന്ന ഒരു പ്രൊഫസറും ഒരു 24 അല്ലെങ്കിൽ 26 വയസ്സുള്ള ഒരു യുവാവും തമ്മിൽ മത്സരം പോലെ വരുമ്പോൾ, അപ്പോൾ അതൊരു വലിയ വന്നിരുന്നപ്പോൾ ഞാൻ ജയിക്കാൻ ഒറ്റ വോട്ടിനാണ് തോറ്റത്. പക്ഷെ അത് ഞാൻ അന്ന് വിവാദം ഉണ്ടാക്കാൻ വേണ്ടി നിന്നില്ല. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഞാനിക്കറിയാം ഞാൻ ജയിച്ചത് പറയാം. പക്ഷേ അതിൻ്റെ ഒരു ഇന്നത്തെ പോലെ നമ്മളൊക്കെ അറിയാവുന്ന വോട്ടിംഗ് മെഷീനൊന്നുമല്ല. പക്ഷേ ആ ചെയ്തവരെല്ലാം ജനാധിപത്യത്തിനെതിരായിട്ട് അദ്ദേഹത്തെ ജയിപ്പിക്കാൻ വേണ്ടി ചെയ്തു. എന്നാലും ഞാനത് ശ്രമിച്ചു. പക്ഷേ സംഭവിച്ചതെന്ന് വെച്ചാൽ, 1 വർഷം കഴിഞ്ഞപ്പോൾ എനിക്കെതിരെ നിൽക്കാൻ ഒരു സ്ഥാനാർത്ഥിയില്ലാതെ ഞാൻ ഏകപക്ഷീയമായിട്ട് ജയിക്കുകയാണ് ഉണ്ടായത്. അത് അങ്ങനെ മാഞ്ചസ്റ്റർ മലയാളി അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ട്, ഏറ്റവും യങ്ങസ്റ്റ് പ്രസിഡൻ്റായിട്ട് അന്ന് എനിക്ക് മാറാൻ സാധിച്ചു. ചരിത്രത്തിൽ അതും ഒരു ചരിത്രമാണ്. കാരണം മാഞ്ചസ്റ്ററിലാണ് ഏറ്റവും കൂടുതൽ മലയാളികളുള്ളത്, UK ഏറ്റവും കൂടുതൽ പ്രവാസി മലയാളികൾ പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ ഭയങ്കര രാഷ്ട്രീയ. കാരണം ചെന്നന്ന് മുതൽ ഞാൻ മലയാളികളുടെ ഇടയിൽ നല്ലപോലെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ബിസിനസ് അതുപോലെ കൊണ്ടുപോകുന്നു, ജോലി അതുപോലെ കൊണ്ടുപോകുന്നു. ഇതൊക്കെ ഒരുപോലെ കൊണ്ടുപോകുമ്പോൾ എന്നെ കുറേയേറെ എൻ്റെ വളർച്ചയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഒത്തിരിയേറെ ശത്രുക്കളുണ്ടായി. എൻ്റെ ശത്രുക്കളല്ല, എനിക്ക് ആരും ശത്രുക്കളില്ല. ഇന്ന് വരെ ലോകത്തിൽ എനിക്ക് ആരും ശത്രുക്കളില്ല. പക്ഷേ ഇവരെല്ലാം എൻ്റെ വളർച്ചയിൽ സ്വമേധയാ ശത്രുക്കളായതാണ്. അപ്പോൾ എനിക്ക് അവരോട് ഒന്നും പറയാനില്ല. കാരണം വെച്ചാൽ അവർ അങ്ങനെയാണല്ലോ. അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും വളരാൻ പറ്റില്ല.
അവർക്ക് ഒരാളുടെ നന്മയിൽ, അത് നമുക്കറിയാം, കുറച്ച് പേരുണ്ടല്ലോ ഒരാളുടെ നന്മയിൽ സ്വാഭാവികമായിട്ട് ശത്രുത ഉണ്ടാക്കുന്ന ഒരു മനോഭാവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ എനിക്ക് ആരും ശത്രുത ഇല്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാവരോടും വളരെ തുറന്ന പുസ്തകം തന്നെയാണ്. അങ്ങനെ വന്ന് 2009 ഈ പറയുന്ന മറുനാടൻ മലയാളി, ബ്രിട്ടീഷ് മലയാളി എന്ന് പറഞ്ഞ ഒരു പത്രം UK ആദ്യം കൊണ്ടുവരുന്നത്. അങ്ങനെ അദ്ദേഹം വിവാദം ഉണ്ടാക്കുന്നു, എനിക്കെതിരെ വ്യാജമായ വാർത്തകൾ ഉണ്ടാക്കുന്നു, എൻ്റെ ബിസിനസ്സിനെതിരെ വ്യാജമായ വാർത്തകൾ ഉണ്ടാക്കുന്നു. അവസാനം ഞാൻ കേരളത്തിൽ 2010 വന്ന് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഞാൻ ഈ പറയുന്ന മറുനാടൻ മലയാളിക്കെതിരെ, ബ്രിട്ടീഷ് മലയാളിക്കെതിരെ ഞാൻ കേസ് ഫയൽ ചെയ്യാണ് ചെയ്തത്. അങ്ങനെയാണ് ഷാജൻ സ്കറിയ അദ്ദേഹത്തിന് പ്രതിയായി വന്നത്. അപ്പോൾ അത് അന്വേഷണം നടന്നു. ബഹുമാനപ്പെട്ട കേരള പോലീസ് അന്ന് വളരെ നല്ല രീതിയിലുള്ള അന്വേഷണം നടന്നു. പക്ഷേ എന്ത് പറ്റി വെച്ചാൽ 2016 കേസ് വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോയപ്പോൾ 2016 IT ആക്ട് 66A എടുത്തു കളഞ്ഞപ്പോഴാണ് ഇദ്ദേഹം ഈ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു പോയത്. അപ്പോൾ അന്ന് അദ്ദേഹം ഡിക്ലെയർ ചെയ്തു, ഇനി ആർക്കെതിരെ ഞാൻ എന്ത് എഴുതാം. അപ്പോൾ ഓർത്തോണം, ഞാൻ നിയമം പഠിച്ച വ്യക്തിയാണ്. ഞാൻ മാഞ്ചസ്റ്റർ മെട്രോപൊളിറ്റൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലോ പഠിച്ച വ്യക്തിയാണ്. അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ കോടതിയിൽ 6 മാസം മജിസ്ട്രേറ്റായിട്ട് വർക്ക് ചെയ്ത വ്യക്തി കൂടാണ്. അപ്പോൾ നിയമം എന്താണെന്ന് പഠിക്കുകയും നിയമം പ്രാവർത്തികമാക്കുകയും നിയമത്തെ ബഹുമാനിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്നും മനസ്സിലാക്കാതെ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഈ ബ്ലോഗ് ഇദ്ദേഹം, ഈ ഷാജൻ സ്കറി ഇത് കൊണ്ട് നടക്കുന്നത്. ഇദ്ദേഹത്തിനെതിരെ ആദ്യത്തെ കേസ് ഫയൽ ചെയ്യുന്നത് ഞാനാണ്. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, റൈറ്റ് ഇൻഫർമേഷൻ വെച്ച് ഞാൻ നിങ്ങളുടെങ്കിലും പറയുകയാണ്, ഒന്ന് ചുമ്മാ കൊടുത്ത് നോക്കി. ലോകത്തുള്ള എല്ലാ പത്രക്കാരും അദ്ദേഹത്തിൻ്റെ ശത്രുതയായിരുന്നു. ഈവൻ അദ്ദേഹത്തിനെതിരെ നിരവധി സത്യമായ വാർത്തകൾ അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള ഐഡന്റിറ്റിയിൽ പല കേരളത്തിലെ ഏഷ്യാനെറ്റ്, മലയാള മനോരമ, ഗൂഗിൾ നമ്മൾ അടിച്ചാൽ കാണാം. അദ്ദേഹത്തിനെതിരെ നിരവധി കേസുകളും അതുപോലുള്ള വാർത്തകളും ഒക്കെ ചുറ്റിപ്പറ്റി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇത് 24 ന്യൂസ്, 24 ന്യൂസ് ഇദ്ദേഹത്തിനെതിരെ ഒത്തിരിയേറെ വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസ്, മാതൃഭൂമി, മംഗളം, ഒത്തിരി പത്രങ്ങൾ ഇദ്ദേഹത്തിനെതിരെ വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞാനൊരു സെലിബ്രിറ്റി പൊളിറ്റീഷ്യനാണ് എന്ന് പറഞ്ഞാൽ വളരെയധികം എന്താ പറയുക, ചലഞ്ചിങ് ആയിട്ടുള്ള റോളെടുത്ത് അത് പറഞ്ഞാൽ ഏത് പ്രതിസന്ധിയും ഞാനത് തരണം ചെയ്തുകൊണ്ട് മുമ്പോട്ട് ചലിച്ച് ഞാൻ ആ റോള് ഞാൻ ലക്ഷ്യത്തോടെ മുമ്പോട്ട് നീങ്ങുന്ന ഒരു പൊളിറ്റീഷ്യനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ ഇതിനകത്ത് ഗ്രൂപ്പ് ഉണ്ടല്ലോ, സ്വാഭാവികമായിട്ടും ഞാൻ അതിനെക്കുറിച്ച് അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഞാൻ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ശക്തനായ ഒരു ഐ ഗ്രൂപ്പുകാരനാണ്. എൻ്റെ രാഷ്ട്രീയ നേതൃത്വം, എൻ്റെ നേതാവും ബഹുമാനപ്പെട്ട കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലജിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്റർനാഷണൽ കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് ഇല്ലേ എന്ന് ചോദിച്ചാൽ ഗ്രൂപ്പുണ്ട്, തീർച്ചയായിട്ടും ഗ്രൂപ്പുണ്ട്. പക്ഷേ എന്നിട്ട് പറഞ്ഞപ്പോഴും ഉമ്മൻചാണ്ടി സാറുമൊക്കെയായിട്ട് വളരെ നല്ല സ്നേഹബന്ധമാണ് എനിക്ക്, എൻ്റെ കുടുംബപരമായിട്ടും എനിക്കുള്ളത്. തീർച്ചയായും ഒരിക്കലും ഞാൻ ഗ്രൂപ്പിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരിക്കലും എൻ്റെ പാർട്ടിയെ മാറ്റി നിർത്തിയിട്ടില്ല. അതെല്ലാവർക്കും അറിയാം. അത് എന്നെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിരിക്കുന്നത് എ ഗ്രൂപ്പുകാരാണ്. എനിക്കെതിരെ വ്യാജമായ ഈ വാർത്തകൾ ഈ പറയുന്ന മറുനാടൻ മലയാളികൾക്ക് കൊടുക്കുന്നതും ഈ എ ഗ്രൂപ്പ് എന്ന് പറയുന്ന എ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവരല്ല, ഇതിൻ്റെ താഴെ കടലിൽ കിടക്കുന്ന കുറച്ച് വ്യക്തികളാണ്. അവർ മറുനാടൻ മലയാളിയുമായിട്ടുള്ള ഒരു സന്ധിചേരലാണ് എനിക്കെതിരെ ഈ വ്യാജ വാർത്ത കൊണ്ടുവരികയും. പക്ഷേ ഒരു കാര്യം ഞാൻ വളരെ എളിമയോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ഈ പറയുന്ന മറുനാടൻ മലയാളിയോട് വ്യക്തിപരമായിട്ട് ഒരു പ്രശ്നമില്ല. പക്ഷേ ഞാൻ ഈ നാടിൻ്റെ നന്മ ആഗ്രഹിക്കുന്നുണ്ട്. ഈ കേരളത്തിലെ ജനങ്ങൾ, ഞാനൊരു രാഷ്ട്രീയ നേതാവാണ്, എനിക്കിത് ഞാൻ മുമ്പോട്ട് വന്നില്ല എങ്കിൽ ഈ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇദ്ദേഹം ഈ IT ആക്ട് 66A ആനുകൂല്യം മൊത്തം ഏറ്റെടുത്തുകൊണ്ട് ഇവിടെയുള്ള മനുഷ്യരെ മൊത്തം വ്യാജമായി പ്രചരണം നടത്തുന്നു. ബഹുമാനപ്പെട്ട കേരളം, ഞാൻ തുറന്നു പറയുകയാണ്, കേരളത്തിലെ ബഹുമാനപ്പെട്ട നല്ല കഷ്ടപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വരെ നിരവധി വ്യാജമായ കാര്യങ്ങളാണ് ഇദ്ദേഹം പ്രചരിപ്പിക്കുന്നത്. അതുപോലെ കേരളത്തിലെ ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ നമ്മൾ കണ്ടു. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അത് മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി സാറിനെതിരെ, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് രമേശ് ജിക്കെതിരെ, എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ, ആർക്കൊന്നുമില്ല. അതുപോലെ തന്നെ എന്തുമാത്രം സിനിമാ ഫീൽഡിലുള്ളവർക്കെതിരെ എന്ന് പറഞ്ഞാൽ അതൊക്കെ പോട്ടെ, ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കുന്ന പത്മശ്രീ യൂസഫ് അലി ജിക്കെതിരെ വരെ വ്യാജമായ വാർത്തകൾ കൊടുത്ത് ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് അന്നദാനം കൊടുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ജോലി കൊടുക്കുന്ന ലുലു ഗ്രൂപ്പിൻ്റെ ചെയർമാൻ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ് അദ്ദേഹത്തിനെതിരെയും ഈ വ്യാജ വാർത്ത കൊടുത്ത് കോടിക്കണക്കിന് കാശ് തട്ടിയെടുക്കാനുള്ള ഒരു കുൽസിത ശ്രമം, കോടിക്കണക്കിന് കാശ് ഈ ഷാജൻ സ്കറി തട്ടിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വിവാദം ഉണ്ടാക്കുക, യൂട്യൂബിൻ്റെ റവന്യൂ ഉണ്ടാക്കുക, ഇത് മാത്രമാണ് ലക്ഷ്യമിടുന്നത്. അതിൽ എല്ലാവരും പേടിച്ചിരിക്കുകയാണ്. പക്ഷേ ഞാൻ വളരെ തുറന്നു പറയുകയാണ്, എനിക്ക് ഷാജൻ സ്കറി എന്ന് പറയുന്ന വ്യക്തിയെ ഒരു പേടിയുമില്ല. മറുനാടൻ മലയാളി എന്ന് പറയുന്ന വ്യക്തിയെ എനിക്ക് സീറോ എന്ന് പറഞ്ഞാൽ വെറും എൻ്റെ രോമത്തിൽ തുടർന്ന പേടി പോലും എനിക്കില്ല. കാരണം ഇന്ന് മറുനാടൻ മലയാളി ഭയക്കുന്നുണ്ടെങ്കിൽ, കേരളത്തിൽ ഭയക്കുന്നുണ്ടെങ്കിൽ അത്
ഡോക്ടർ ലക്സൻ ഫ്രാൻസിസ് കല്ലുമാടിക്കലിനെ മാത്രമാണെന്നുള്ളത് ഷാജൻ സ്കറിയയ്ക്കും അറിയാം, കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം, പ്രവാസി മലയാളികൾക്കും അറിയാം, എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും അറിയാം. കാരണം വേറൊന്നും കൊണ്ടില്ല, വളരെ തൻ്റെയോ ഇച്ഛാശക്തിയുമുള്ള സത്യസന്ധനായ ഒരു നേതൃത്വമാണ് ഞാൻ കൊണ്ടുപോകുന്നത്. സത്യസന്ധതയാണ് എൻ്റെ മുഖമുദ്ര. അതുകൊണ്ട് എൻ്റെ വിജയം എന്നും സത്യത്തിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഈ ബ്ലോഗ് അതിന് വലിയ ആയുസൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്രത്തിൽ ഭരിക്കുന്ന BJP ഗവൺമെൻറ് തന്നെ ഈ ബ്ലോഗ് തന്നെ പൂട്ടിപ്പോകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം അദ്ദേഹത്തിന് ശത്രുക്കൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിലുള്ള എല്ലാ വ്യക്തികളും ഇപ്പോൾ നമുക്കറിയാം, ബോബി സ്വർണ്ണ നമ്മുടെ സ്വർണ്ണ പ്രിയങ്കരനായ നമ്മുടെ ബോബി ചെമ്മണ്ണൂർ, അദ്ദേഹം എന്തുമാത്രം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ ബോബി ചെമ്മണ്ണൂരിനെതിരെയൊക്കെ എന്തുമാത്രം വിവാദങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ വിവാദങ്ങൾ ഉണ്ടാക്കി കാശ് യൂട്യൂബിൽ ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് ഈ പറയുന്ന എന്താ പറയുന്നത്, ഈ പറയുന്ന മറുനാടൻ മലയാളി എന്ന് പറയുന്ന വ്യാജ ബ്ലോഗിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഉയർച്ചയിൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് മറുനാടൻ മലയാളിയിലെ ഷാജൻ സ്കറിയ മാത്രമാണ് എന്നുള്ളതാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, അദ്ദേഹം എന്നെക്കുറിച്ച് എഴുതിയ ഓരോ വ്യാജ വാർത്തയ്ക്കും ഉത്തരമാണ് എൻ്റെ ഉയർച്ചയുടെയും എൻ്റെ വിജയത്തിൻ്റെ രഹസ്യം എന്നും കൂടെ ഞാൻ പറയുന്നത്. കാരണം ഞാൻ അതിനകത്ത് ഒരു എക്സാമ്പിൾ പറയാൻ ആഗ്രഹിക്കുന്നത്, അത് ഞാൻ പല വേദിയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. പ്രത്യേകിച്ച് ഈ വ്യാജ വാർത്തയെക്കുറിച്ച് എനിക്ക് ഭയമില്ലാത്തത് പലരും ചോദിക്കാറുണ്ട്. ഈ വ്യാജ വാർത്തയെക്കുറിച്ച് ലക്സൻ എന്തുകൊണ്ടാണ് ഭയക്കാതെ അതിനെ പ്രതികരിക്കുന്നു പറഞ്ഞത്? കാരണം ഞാൻ പഠിച്ചത്, എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ് റിച്ചർഡ് ബ്രാൻസൺ, വെർജിൻ മീഡിയ ഡയറക്ടർ. അദ്ദേഹം വ്യാജ വാർത്തയെക്കുറിച്ച് പറഞ്ഞത്, വ്യാജ വാർത്ത എഴുതിയാൽ നമുക്ക് ഉയരാൻ സാധിക്കുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും എൻ്റെ ഒരു ഉയർച്ചയുടെ കാര്യവും ഈ മറുനാടൻ മലയാളിയുടെ വ്യാജ വാർത്തയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആദ്യം തന്നെ മറുനാടൻ മലയാളിക്ക് ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഓക്കെ, വേറൊന്നും കൊണ്ടല്ല, അദ്ദേഹം എന്നെക്കുറിച്ച് വ്യാജ വാർത്ത എഴുതി നമുക്കറിയില്ല, നല്ല വാർത്ത കൊടുത്താൽ ജനങ്ങൾ വായിക്കുകയില്ല, അതേസമയത്ത് വ്യാജ വാർത്ത കൊടുത്താൽ ആൾക്കാരത് വായിക്കും. അപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ എൻ്റെ ഈ വ്യാജ വാർത്ത കണ്ട് ഞാൻ ഏറ്റവും വലിയ ഒരു എന്താ പറയുന്നത്, ഏറ്റവും വലിയൊരു നേതാവായിട്ട് മാറി. എന്നെ മാറ്റിയതാരാണ്? മറുനാടൻ മലയാളി തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ മറുനാടൻ മലയാളിയുടെ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. വേറൊന്നും കൊണ്ടില്ല, നിങ്ങൾ ഇനിയും വ്യാജമായ വാർത്തകൾ എനിക്കെതിരെ കൊണ്ടുവരുമെന്ന് എനിക്കറിയാം. നിങ്ങൾ എഴുതിക്കോ, ഞാനൊരു പൊളിറ്റീഷ്യനാണ്, അത് കാണാനും കേൾക്കാനും ഒക്കെ ഞാൻ ബാധ്യസ്ഥനാണ്. പക്ഷേ വളരെ സത്യസന്ധമായിട്ട് ഞാൻ പറയുന്നു, അത് കണ്ട് പേടിച്ചിട്ട് ലക്സൻ കല്ലുമാണിക്കൽ മാറുമെന്ന് ഷാജൻ സ്കറിയ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വെള്ളത്തിൽ വരയ്ക്കുന്ന ഒരു വര മാത്രമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളുടെയൊക്കെ ഒരു അറിവിൽ ഭാവിയിൽ ഒരു മന്ത്രിയാവാനുള്ള ഒരു ചാൻസും ഉണ്ടല്ലോ. ആക്ച്വലി ഞാനെന്താ അതിനെക്കുറിച്ച് പറയേണ്ടത്, ഇന്ന് വരെയുള്ള എൻ്റെ ഉയർച്ച, അല്ലെ എൻ്റെ പൊളിറ്റിക്കൽ ലൈഫിൽ എൻ്റെ ഉയർച്ച എന്ന് പറയുന്നത് വളരെ പാർട്ടിയോട് വളരെ ആത്മാർത്ഥതയുള്ള ഒരു പ്രവർത്തകനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ഒത്തിരിയേറെ സുഹൃത്ത് ബന്ധങ്ങൾ ഈ രാഷ്ട്രീയത്തിലാണെങ്കിൽ പോലും എല്ലാവരെയും സുഹൃത്തുക്കളാക്കുന്ന ഒരു സ്വഭാവമാണ് എനിക്കുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് നേതാക്കന്മാരോട് എനിക്ക് വളരെയധികം ബഹുമാനവും ആദരവും ഉണ്ട്. അപ്പോൾ എൻ്റെ KPCCയോട് എനിക്ക് വളരെയധികം ബഹുമാനമുണ്ട്. അത് പ്രത്യേകിച്ച് KPCC നേതാക്കൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രമുഖമായ നേതാക്കന്മാർ, എന്താ പറയുന്നത്, ഞാൻ AICCയുടെ കീഴിൽ IOCയുടെ കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുമ്പോൾ പോലും അതിൻ്റെ എല്ലാ റിപ്പോർട്ടും ബഹുമാനപ്പെട്ട AICC നേതൃത്വത്തിന് പോകാറുണ്ട്. മാത്രമല്ല എനിക്ക് ഒത്തിരി അന്യ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കന്മാരായിട്ട് വളരെ നല്ല ബന്ധമുണ്ട്. പ്രത്യേകിച്ച് പഞ്ചാബ്, അതുപോലെ തന്നെ പല AICCയിലെ ഒത്തിരിയേറെ നല്ല, പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം, പക്ഷേ എനിക്ക് ഒത്തിരിയേറെ നല്ല നേതാക്കൾ, പ്രത്യേകിച്ച് ഞാൻ ഒരു പേര് പറയാൻ ആഗ്രഹിക്കുന്നത് ഡോക്ടർ കരൺ സിംഗ് ജി. വേറൊന്നും കൊണ്ടല്ല, അദ്ദേഹം ഇന്ദിരാജിയുടെ കൂടുതൽ വർക്ക് ചെയ്ത ഒരു വലിയ സീനിയർ നേതാവാണ്, ഒരു രാജകുടുംബത്തിലെ അംഗമാണ്. ഞാൻ അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്, അദ്ദേഹമൊക്കെ എൻ്റെ ഹൃദയം, അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഹൃദയം എടുക്കുകയും എൻ്റെ ഹൃദയവും അദ്ദേഹത്തിൻ്റെ ഹൃദയവും ഞങ്ങളെ കൊണ്ട് പരസ്പരം കൈമാറി. കാരണം വേറൊന്നുകൊണ്ടല്ല, എൻ്റെ പ്രവർത്തന മികവുകൊണ്ടാണ് എന്നെ IOCയുടെ കേരള ചാപ്റ്ററിൻ്റെ യൂറോപ്പ് കോർഡിനേറ്റർ ആക്കിയത്. ആ ഒരു പദവി ആദ്യത്തെ പദവിയാണ്, ചരിത്രത്തിലെ ആദ്യത്തെ പദവിയാണ്. അങ്ങനെ ആദ്യമായിട്ടാണ് കേരള ചാപ്റ്റർ പോലും തുടങ്ങുന്നത് 2012. അപ്പോൾ സ്വാഭാവികമായിട്ടും AICCയിൽ പ്രവർത്തിച്ച ഒരു പാരമ്പര്യം ഞാൻ കഴിഞ്ഞിട്ടാണ് ഞാൻ കേരളത്തിലേക്ക് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പലരും പ്രതീക്ഷിക്കാറുണ്ട്, ചിലപ്പോൾ ഞാൻ MLA ആകാം, അല്ലെങ്കിൽ ഞാൻ മന്ത്രിയാകാം. അതൊക്കെ ഞാൻ ദൈവത്തിന് വിട്ടുകൊടുക്കുന്ന കാര്യങ്ങളാണ്. ഞാനൊരു ഓപ്പർച്യൂണിറ്റിയും ലോസ് ആക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുകയാണ്. ഓക്കെ, ഞാനൊരു മന്ത്രിസ്ഥാനം ആഗ്രഹിച്ചിട്ടോ ഒരു MLA സ്ഥാനം ആഗ്രഹിച്ചിട്ടോ ഒന്നുമല്ല ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ വന്നത്. എൻ്റെ പ്രവർത്തന മികവ് കൊണ്ട് അങ്ങനെ മറ്റുള്ളവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും അത് എൻ്റെ ഒരു വിജയമാണ് എന്ന് ഞാൻ പറയും. പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നു, ഞാനൊരു MLA ആകാനോ ഞാനൊരു മന്ത്രിയാകാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇപ്പോഴും അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ നമുക്ക് ഓരോരുത്തർക്ക് ദൈവം നമ്മൾ ചെയ്യുന്ന കൂലിക്ക് ഒരു ഉത്തരം തരാറുണ്ടല്ലോ. ചിലപ്പോൾ ആകാം, ആയില്ലെന്ന് വരാം. ഇതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഇതൊന്നും നോക്കി പാർട്ടിയുടെ സ്ഥാനമാനങ്ങൾ നോക്കിയിട്ട് ഒരു ബാർഗെയിനിങ്ങിന് ഇന്ന് വരെ ഞാൻ പോയിട്ടില്ല, പോകാറുമില്ല. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം. ഇനി നിങ്ങൾ മന്ത്രിയാകുമോ MLA ആകുമോ എന്നുള്ള ചോദ്യത്തിന് ഞാൻ പറയുകയാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ എറണാകുളം ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് സീറോ മലബാർ സഭ ഞാൻ സ്ഥാനാർത്ഥിയാകണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ എൻ്റെ പേര് വന്നിരുന്നു. സ്വാഭാവികമായിട്ട് അത് പത്രങ്ങളിലൊക്കെ വന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും സഭ അതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പല വിഭാഗങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ദളിത് ക്രൈസ്തവർ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഞാൻ പാവങ്ങളുടെ കൂടുതൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ഒരു പാരമ്പര്യം എന്ന് പറഞ്ഞാൽ എവിടെ പാവങ്ങളുണ്ടോ അവരുടെ കൂടുതൽ നിന്ന് പ്രവർത്തിക്കാവുന്ന ഒരു വ്യക്തി. ഇന്നിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയൊരു കോളനിയാണ്. നമ്മൾ കോട്ടയത്തു നിന്ന് ചങ്ങനാശ്ശേരിയിലേക്ക് വരുവാണെങ്കിൽ മന്ദിരം എന്ന് പറയുന്ന സജീവോത്തമൃത്തിലോ കേരളത്തിലെ ഏറ്റവും വലിയ കോളനിയാണ്. ഞാൻ ആദ്യം പോയത് ആ കോളനിയിലുള്ള പാവങ്ങളെ കാണാൻ വേണ്ടിയാണ്. കാരണം വേറെ ഒന്നും കൊണ്ടില്ല, ഞാൻ പണക്കാരുടെ അടുക്കലല്ല ആദ്യം ഞാൻ പോയത് പട്ടണി പാവങ്ങളുടെ കൂട്ടത്തിൽ അവരെ എൻ്റെ കൂട്ടത്തിൽ ഇരുത്തുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പോളിസി. പിന്നെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഏറ്റവും വലിയ പോസ്റ്റ് എന്ന് പറയുന്നത് ന്യൂനപക്ഷത്തിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ എന്നുള്ള പദവിയാണ്. അതിലെനിക്ക് പറയുവാനുള്ള, അത് എൻ്റെ ഒരു സൗണ്ടാണ്, ഇതെൻ്റെ പറയുവാനുള്ള എനിക്കൊരു ആവശ്യം, കേരളത്തിലെ എല്ലാ വിഭാഗത്തിലുള്ള പാവപ്പെട്ടവരെയും ന്യൂനപക്ഷമായി കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. കാരണം നമ്മൾ ചിന്തിക്കണം, അതിൽ കാത്തലിക്സ് ഉണ്ടായിക്കോട്ടെ, മുസ്ലിംസ് ഉണ്ടായിക്കോട്ടെ, ഹിന്ദുസ് ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ വിശ്വാസം ഇല്ലാത്തവരുണ്ടായിക്കോട്ടെ, ഏത് വിഭാഗമായിക്കോട്ടെ, നമ്മൾ കൊടുക്കേണ്ടത് ഒരു മാനുഷിക പരിഗണനയാണ്. ഒരു മനുഷ്യൻ എന്നുള്ളൊരു പരിഗണനയും കൂടെ നമ്മൾ കൊടുക്കണം. ഓക്കെ, തീർച്ചയായിട്ടും ആ ന്യൂനപക്ഷ പദവികൾ ഇപ്പോൾ ഉള്ളത് തീർച്ചയായിട്ടും കാത്തു സൂക്ഷിക്കണം. മറിച്ച് കേരളത്തിലുള്ള എല്ലാ വിഭാഗത്തിലുള്ള പാവപ്പെട്ടവരും ന്യൂനപക്ഷത്തിൻ്റെ കീഴിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. തീർച്ചയായിട്ടും ഇത് ഞാൻ ഈ ആവശ്യം മുമ്പോട്ട് വെക്കും. എല്ലാ പാവങ്ങളും അവർ ന്യൂനപക്ഷത്തിൻ്റെ ആനുകൂല്യം കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ കൂടെ നമുക്ക് കൈപിടിച്ച് നിർത്തി ഈ നല്ലൊരു കേരളം, ഒരു നല്ല ഭാവി നമുക്കുണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും സാർ, ഇന്ന് സാറിന് KPCCയുടെ ഈ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായി കിട്ടുന്ന ഒരു സ്വീകരണമായിരുന്നല്ലോ ഇന്നത്തെ പരിപാടി. അപ്പൊ ഇന്നത്തെ ഈ ഒരു പരിപാടിയെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? ആക്ച്വലി ഇന്ന് എൻ്റെ ഏറ്റവും നല്ല ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ് പ്രമീള സക്രിയ. ഞാൻ ഇടയ്ക്ക് പ്രമീള മാഡം എന്ന് വിളിക്കുമ്പോൾ എനിക്ക് പറയുന്നത്, നീ എന്നെ പ്രമീള മാഡം എന്ന് വിളിക്കരുത്, നീ എന്നെ പ്രമീള എന്ന് വിളിക്കുള്ളൂ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് എടുത്തു പറയാണ് പ്രമീള. ഓക്കെ, അപ്പോൾ പ്രമീള സക്രിയ നടത്തിയ മസ്കാര, അവരുടെ ഇവൻറ്റ് മാനേജ്മെൻറ്റ്, പ്രമീള മാഡത്തിൻ്റെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ലൊരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ്. പ്രത്യേകിച്ച് ഞാനത് വളരെയധികം ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. കാരണം ഞാനൊരു ബിസിനസ്സുകാരനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ അതിനെക്കുറിച്ച് വാല്യൂ ചെയ്യാറുണ്ട്. കേരളത്തിലെ, അല്ലെങ്കിൽ കേരളം മാത്രമല്ല, ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ വളർന്നിരിക്കുന്ന ഒരു വലിയ കമ്പനിയാണ് മസ്കാര. അത് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് നടന്ന ഇവൻറ്റ് ജാൻ മോനിദാസ് ഷോ നടക്കുന്നുണ്ട്. അതും കൊച്ചിയിലെ ഗ്രാൻഡ് ഹൈറ്റിലാണ് നടക്കുന്ന ലക്ഷം വന്നിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രമീളയ്ക്കറിയാം, ഞാൻ വിളിച്ചാൽ വരാതിരിക്കാൻ എനിക്ക് പറ്റുന്നൊരവസ്ഥയാണ്. കാരണം പല പരിപാടികളും അങ്ങനെയാണ്. കാരണം പ്രമീളയുടെ ഒരു ക്രാഫ്റ്റിൻ്റെ ഒരു ഷോപ്പ് ഉദ്ഘാടനത്തിന് വന്നത് ഞാനും ഇത് നമ്മുടെ മുൻ കൊച്ചി മേയർ മാഡം കൂടെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പ്രമീള വിളിച്ചപ്പോൾ എനിക്ക് വരാതിരിക്കാൻ പറ്റാത്ത, സത്യത്തിൽ പറഞ്ഞാൽ ഞാൻ ലേറ്റായിട്ടാണ് വന്നത്. കാരണം എനിക്ക് കുറേ ഇവൻറ്റ്സ് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് രാഷ്ട്രീയപരമായ യോഗങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞാനും പ്രമീള വിളിച്ചു. ഞാൻ 9:30 വന്നു. ഇനി വരേണ്ട കാര്യമുണ്ടോ? ഇല്ലില്ല, പോര് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വന്നു. അപ്പോൾ എന്നെ അതിശയിപ്പിച്ചത്, എന്നോട് പറഞ്ഞൊന്നുമില്ല ഇന്നിവിടെ ആദരവുണ്ടെന്നോ ഒന്നും പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഇൻവൈറ്റ് ചെയ്യുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര സർപ്രൈസായി പോയത്, എന്നെ സ്റ്റേജിൽ കയറ്റി എനിക്കൊരു ആദരവ് തന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ജാൻ മോനിദാസിൻ്റെ ആ പേരൻസിൻ്റെ, ആ അപ്പൻ്റെയും അമ്മയുടെയും മുൻപിലും, അതുപോലെ ജാൻ മോനിദാസിൻ്റെ ആ ഒരു സ്നേഹമാണ് നമുക്ക് കണ്ടപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുന്നത്, ആ ഒരു ഇവൻറ്റ് വളരെ കളർഫുൾ ആയിട്ടുള്ള ഇവൻ്റാണ്. അത് തീർച്ചയായിട്ടും അത് കളർഫുൾ ആയിട്ടുള്ള ഇവൻ്റ് ആക്കിയത് ഇതിൻ്റെ പിന്നിലുള്ള കരങ്ങൾ പ്രമീളയുടെ നമ്മുടെ ഇവൻ്റാണ്, മസ്കാര ഇവൻ്റാണ്. അതിൽ ഏറ്റവും വലിയ ശ്രദ്ധേയമായത് സെലിബ്രിറ്റീസ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആശാ ശരത് മാഡം ഉണ്ടായിരുന്നു, അതുപോലെ രഞ്ജിനി ഹരിദാസ് ഉണ്ടായിരുന്നു,
അതിൽ മറ്റ് സെലിബ്രിറ്റി ഒത്തിരിയേറെ സെലിബ്രിറ്റീസ് ആ യോഗത്തിൽ വന്നിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വെരി കളർഫുൾ ഒരു വളരെ, ഞാൻ തുറന്നു പറയുകയാണ്, ഞാൻ 10-12 വർഷം ഇംഗ്ലണ്ടിൽ ജീവിക്കുകയും ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും യാത്ര ചെയ്യുന്ന വ്യക്തിയും മിക്ക രാജ്യങ്ങളിലും ബിസിനസ്സുള്ള വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എല്ലാ ഇവൻസും വളരെയധികം മാനിക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് ഞാൻ മാരിറ്റിൻ്റെ ബോർഡ് മെമ്പറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാനെല്ലാം വാല്യൂ ചെയ്യാറുണ്ട്. എന്തൊക്കെയാണ് നടക്കുന്നത്? ഹൈ ക്വാളിറ്റി പ്രോഗ്രാമാണ് ഇന്ന് നടന്നത്. തീർച്ചയായിട്ടും പ്രമീളയുടെ എക്സ്പീരിയൻസ് കേരളത്തിലുള്ള എല്ലാ ബിസിനസ്സുകാർക്കും മുതൽക്കൂട്ടാണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ്. കാരണം അത്രയേറെ വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് നമസ്കാരം, അതിന് യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും ഞാൻ പ്രമീളയോട് ഈ അവസരത്തിൽ വളരെയധികം നന്ദി പറയുകയാണ്. അതുപോലെ ജാൻ മോനിദാസ് കൂടെ പ്രത്യേകം നന്ദി പറയണം. പ്രത്യേകിച്ച് ആ കുട്ടിയെ എന്നോട് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം എന്താ പറയുന്നത്, വളരെ എളിമയുള്ളൊരു കുട്ടിയും ആ കുടുംബവും ഒക്കെ കണ്ടപ്പോൾ, ആ അപ്പനും അമ്മയോടൊക്കെ ഞാൻ സംസാരിച്ചപ്പോൾ പ്രത്യേകിച്ച് അപ്പൻ എനിക്ക് പറഞ്ഞു, അദ്ദേഹം എനിക്ക് പ്രത്യേകം പറഞ്ഞു, ഞാൻ കോൺഗ്രസ്സുകാരനാണ്, ഞാൻ ആസാമിലാണ്, ഞങ്ങളുടെ കുടുംബം വർഷങ്ങളായിട്ട് കോൺഗ്രസ്സുകാരാണ്, പക്ഷേ എന്നാലും അവിടെ BJP ആണ് ഭരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കോൺഗ്രസ് കുടുംബം തന്നെയാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഞാനത് തിരക്കാറുണ്ട്. അതും അങ്ങനെയല്ലേ പറയുന്നത്. ഞാനിപ്പം കോൺഗ്രസ് ആയാലും ഇടതുപക്ഷമായാലും BJP ആയാലും ഞാൻ എല്ലാവരും ഒരുപോലെ കാണുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ കോൺഗ്രസ്സുകാരാകുമ്പോൾ നമ്മുടെ പാർട്ടിയിൽ ഇരിക്കുന്ന ഒരാളാകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കൂടുതൽ സ്നേഹമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറയില്ലേ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒത്തിരി എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും സ്നേഹബന്ധമുള്ള വ്യക്തിത്വം ഒത്തിരി, അത് എനിക്ക് തുറന്നു പറയുന്നതിന് ഒരു തെറ്റുമില്ല. പ്രത്യേകിച്ച് കോടിയേരി ബാലകൃഷ്ണൻ സാറുമായിട്ട് എനിക്ക് വളരെ നല്ല ബന്ധമുണ്ട്. അതുപോലെ BJPയിലുള്ള ഒത്തിരിയേറെ നല്ല വ്യക്തിത്വ, പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഒത്തിരിയേറെ നല്ല ബന്ധങ്ങളും എനിക്കുണ്ട്. അതുപോലെ രാഷ്ട്രീയം മാത്രമല്ല, രാഷ്ട്രീയത്തിനുപരി ഒരു സ്നേഹബന്ധം വെച്ച് പുലർത്തുന്ന എല്ലാ പാർട്ടികളെയും ബഹുമാനിക്കുക, എല്ലാവർക്കും വേണ്ട ആദരവ് കൊടുക്കുക എന്നുള്ളൊരു പോളിസിയാണ് ഞാൻ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ഇവൻറ്റിൽ എനിക്ക് തന്ന ആ സ്വീകരണത്തിന് ഞാൻ ഒത്തിരിയേറെ നന്ദി പറയുകയാണ് പ്രമീളയോട്. എന്തായാലും ജാൻ മോനിദാസിന് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഇന്ന് ഇത്രയധികം തിരക്കുകൾ ഉണ്ടായിട്ടും സമയം വളരെയധികം വിലപ്പെട്ടതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ ഒരു ചുരുങ്ങിയ സമയത്ത് തന്നെ നമുക്ക് ഇത്രയും എന്താ പറയുക, ഇത്രയും തിരക്കുകൾക്കിടയിൽ നമ്മൾ മല്ലു കപ്പിൾ ട്രാവലേഴ്സ് വേണ്ടിയിട്ട് ആദ്യമായിട്ട് അദ്ദേഹം ഒരു ഇന്റർവ്യൂ തന്നു. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു വലിയ ഒരു നന്ദി സാറിന് വേണ്ടി ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. സാറിന്റെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. തീർച്ചയായിട്ടും ഞങ്ങളെയും സാർ സപ്പോർട്ട് ചെയ്യണം. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും, സാറിന് മുന്നോട്ടും എല്ലാവിധ ആശംസകളും. തീർച്ചയായിട്ടും എനിക്ക് അതിനകത്ത് രണ്ടുപേരും പറയാനുള്ളത്, ഈ മല്ലു കപ്പിൾ ട്രാവലേഴ്സ്, അതിലെ ഡോക്ടർ പ്രിൻസി മാഡം, അതുപോലെ തന്നെ അൻഷാദ്, ഹസ്ബൻഡ് അൻഷാദ്, രണ്ട് കാര്യം ഞാൻ എടുത്തു പറയുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം വളരെ നല്ല ദൗത്യമാണ്. കാരണം ഒത്തിരിയേറെ നല്ല ഇവൻറ്റ്സ് ഈ കേരളത്തിൽ യൂട്യൂബിൽ കൂടി ഇനി വരാനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു കപ്പിൾസായിട്ട് ചെയ്യുമ്പോൾ അതിലൊരു വെറൈറ്റി ഉണ്ട്. അപ്പോൾ അത് വളരെ നല്ല കൺസെപ്റ്റാണ്. തീർച്ചയായിട്ടും ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഇതൊരു വളരെ നല്ല ഒരു യൂട്യൂബ് ചാനലായി മാറട്ടെ എന്ന് ഞാൻ നിങ്ങളെ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. മാത്രമല്ല എൻ്റെ വ്യക്തിപരമായ എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ ഈ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട. നമ്മൾ ശരിയാണ്, ഇന്നിവിടെ നിങ്ങൾ എനിക്ക് നല്ലൊരു ഇൻ്റർവ്യൂ തന്നു. അപ്പോൾ അതെൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നിങ്ങളോട് നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് മല്ലു കപ്പിൾ ട്രാവലേഴ്സ്, അത് നിങ്ങളെല്ലാവരും ഇത് കാണണം എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.